ഈ കഴിഞ്ഞ ദിവസേ MG റോഡില്, അതായത് കൊച്ചി MG റോഡില് ഞാൻ 2016 സെല് ചെയ്തിരിക്കുന്ന പ്രൈസ്, സെന്റിന് പ്രൈസ് 50 ലക്ഷം രൂപയാണ് സെന്റിന്. 2016 2023 ഡിസംബർ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസിന് വേണ്ടിട്ട് ഒരാൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രൈസ് 1.30 CR പെർ സെന്റ്. കാരണം MG റോഡിൽ വേറെ സ്ഥലം എടുക്കാനുണ്ടോ? സ്ഥലമില്ല. ഈ എത്ര വിചാരിച്ചാലും മുന്നോട്ട് ഇത് കുറയല്ലാതെ കൂടുവോ? കാരണം ആരെങ്കിലും പറയുന്നുണ്ടാ 50 ലക്ഷം രൂപയ്ക്ക് പ്രോപ്പർട്ടി എടുത്ത ഡിമാൻഡിന് എഗൻസ്റ്റ് സപ്ലൈ ഇല്ലാത്ത, അല്ലെ സപ്ലൈ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് പിസ ആണെങ്കിൽ ഓർഡർ വന്നു കഴിഞ്ഞാൽ 500 എണ്ണം ഓവർനൈറ്റ് നിന്ന് അടിക്കാം. MG റോഡിൽ 10 സെന്റ് സ്ഥലം നാളെ കൂടുതൽ ബിൽഡ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഇതിന്റെ ബ്യൂട്ടി. ഇപ്പൊ ഹോങ്കോങ് പോലത്തെ സ്ഥലത്ത്, ഹോങ്കോങ്ങിൽ ഇപ്പൊ ഗൂഗിൾ ചെയ്ത് അറിയാം, കേജ് ഹോംസ് എന്ന് പറഞ്ഞ ഹോംസ് ഉണ്ട്. അതായത് ലിറ്ററലി എനിക്കൊരു ചെറിയ സ്പേസ് ഉള്ളൂ, കൂടെ എന്റെ മുകളിൽ അടുത്ത കൂട്, ഫാമിലിയായിട്ട് താമസിക്കുന്ന അവിടെ, കോമൺ കിച്ചന്റെ അടുത്ത് തന്നെ ബാത്റൂം, സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഒരു കാലം കഴിഞ്ഞാൽ റൈറ്റ്ലി ടോൾഡ് ദിസ്. ഇപ്പൊ ഇവിടെ വേണ്ട ഒരു സംഭവം എനിക്ക് തോന്നുന്നത്, ഐ തിങ്ക് യു ചേഞ്ച് ദാറ്റ് വേർഡ് ഇസ് കറക്റ്റ്. കൺസൾട്ടന്റ് എന്ന രീതിയിൽ കോമ്പറ്റീഷൻ മാറി കോ എക്സിസ്റ്റൻസ്. സാർ ഫുഡ് ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞു. ഞങ്ങള് റിയൽ എസ്റ്റേറ്റിൽ നമ്മളുണ്ട്, വീടു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലാസ് ഫ്ലാറ്റ്സ് ചെയ്യുന്നുണ്ട്. ജെന്യുവൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ, ഇപ്പൊ ഫുഡ് സ്ട്രീറ്റിന്റെ കാര്യം സാറ് പറഞ്ഞു, ഞങ്ങൾക്ക് പനമ്പള്ളി ഞങ്ങൾ 4th ക്രൂസ് റോഡിൽ തുടങ്ങി. അന്നൊരു ബൊട്ടീക്കോ മാത്രം അടുത്തുണ്ടായിരുന്നു. അടുത്ത് 2 ഔട്ട്ലെറ്റ് തുടങ്ങിയപ്പോൾ നമ്മുടെ പിള്ളേർ പറഞ്ഞു, സാറേ അത് കച്ചവടം കുറയും. ഞാൻ പറഞ്ഞു ഇല്ല, കച്ചവടം കൂടുള്ളൂ. But actually it happened that sale increased. Yes. So there is nothing called a competition in today's world. 2023 കോമ്പറ്റീഷൻ ഇല്ല, കോ എക്സിസ്റ്റൻസ് ഉള്ളൂ. ഇപ്പോ അജേഷ് ഒരു ലാൻഡ് വിറ്റു, ജെന്യൂൻ ആയിട്ട് വിറ്റെങ്കിൽ യു വിൽ ടെൽ ദാറ്റ് ആ കസ്റ്റമറാണ്, ഇതിന് സ്കോപ്പ് ഉണ്ട്, ദർ ഇസ് എ ഗുഡ് കൺസൾട്ടന്റ്. അപ്പൊ മറ്റുള്ളവർക്ക് ഈ കൺസൾട്ടന്റിനെ കാണുന്നത് നന്നായിട്ട് കാണുന്നു. ബട്ട് ദാറ്റ് ഷുഡ് ഹാപ്പൻ, ദാറ്റ് ട്രെൻഡ് ഷുഡ് ഹാപ്പൻ. അതുപോലെ ഇന്നിവിടെ ഇപ്പം ഈ പറയുന്ന കസ്റ്റമേഴ്സിനെ അറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഇപ്പൊ അജീഷ് പറഞ്ഞില്ല, റെറ ബ്യൂട്ടിഫുൾ ഒരു കാര്യമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. കാരണം ഒരുപാട് പേര് കളിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റില്. ഒരുപാട്, അത് നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്റർ അതോറിറ്റി വന്നതിൽ പിന്നെ ഇന്ന് ധൈര്യമായിട്ട് ഒരാൾക്ക് ഏതൊരു പ്രോജക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം റെറ ഇല്ലാതെ, റെറ അത്ര സ്ട്രോങ്ങും ആണ് ഇപ്പൊ. അപ്പൊ റെറ ഇല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ലെന്നായപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ പൈസക്ക് 100% ഗ്യാരണ്ടി എന്നുള്ള രീതിയിൽ ശരിക്കും റെറ കസ്റ്റമേഴ്സിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബിസിനസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അത് ഗവൺമെന്റ് അത് പഠിച്ച് കൊണ്ടുവരുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ റെറ വേണം, കാരണം വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കിയാലേ ഏത് ഇൻഡസ്ട്രിയും ഫ്ലറിഷ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു ആശങ്കയോട് കൂടി, കാരണം കസ്റ്റമർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഇത് മാത്രമല്ല ഒരു ഓപ്ഷൻ ഉള്ളത്, വേറെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ അവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര വോളറ്റൈലാണ് മാർക്കറ്റ്. ഇട്ട പൈസയ്ക്കകത്തുനിന്ന് 1 രൂപ പോലും ഇല്ലാതെ നഷ്ടപ്പെടാം. റിയൽ എസ്റ്റേറ്റിന്റെ ബ്യൂട്ടി അതാണ്. ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ആ അസറ്റിൽ നിന്ന് പോകത്തേ ഇല്ല. അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ലാൻഡ് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനാണ് ഈ കൺസൾട്ടന്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ലിക്വിഡിറ്റി മാത്രമാണ് റിയൽ എസ്റ്റേറ്റിന്റെ ഒരു ചെറിയ പ്രോബ്ലം ആയിട്ട് കാണുന്നത്. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ, പക്ഷെ നിങ്ങൾ അതൊരു ദീർഘവീക്ഷണത്തോടു കൂടി നല്ലൊരു കൺസൾട്ടന്റിന്റെ ഹെൽപ്പോട് കൂടിയാണെങ്കിൽ, അത് എന്ത് ഒബ്ജക്റ്റീവിനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തന്നെ നിങ്ങൾക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് പുതിയൊരു ബയറെ കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് അല്ലെ കൺസൾട്ടന്റ് എന്ന് പറയുന്നവരുടെ ക്രൂഷ്യൽ റോളാണ് ഇതിനകത്തുള്ളത്. കാരണം അത് അവരുടെ ജോബാണ്. കറക്റ്റ്. ഞാനത് പലപ്പോഴും പല ക്ലയൻസിന്റെ അടുത്തും പറയാറുണ്ട്. കാരണം വെച്ചാല് സാറിന്റെ ജോലിയിൽ സാർ പുലിയായിരിക്കും. ഓക്കെ, എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാല് സാർ എന്റെ കൂടെ വന്നാൽ മതി. സാറിന്റെ ആവശ്യം റിക്വയർമെന്റ് പറയണം. അതായത് എനിക്ക് ഇന്നതാണ് ആവശ്യം. ഓക്കെ, നമ്മൾ സെല് ചെയ്യുന്നത്, ഒരിക്കലും നമുക്കൊരു പ്രോപ്പർട്ടി കൊണ്ടുപോയി അദ്ദേഹത്തിന് സെല് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. അവർക്ക് ആവശ്യമാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഇമോഷനാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. അദ്ദേഹം ഒരു വീട് വിൽക്കാന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലാൻഡ് മേടിച്ചിടാം, ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ മകളുടെ കല്യാണം വരുന്ന സമയത്ത് സെല് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞിട്ടാണ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നത്. ബെസ്റ്റ് ഓപ്ഷൻസ് നമ്മൾ കൊടുക്കണം. അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് നമ്മൾ കൊണ്ട് കാണിക്കാറുള്ളത്. അതത്രയും നമ്മളും സ്റ്റഡീഡാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കളമശ്ശേരിയില് ജുഡീഷ്യൽ സിറ്റി വരുന്നുണ്ട്.
പല ക്ലയൻസും നമ്മളെ വിളിച്ചു ചോദിക്കുന്ന സമയത്ത് ആ ഏരിയയിൽ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, ഗ്രീൻ സോൺ ഉണ്ട്, അവിടെ കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷന് അവിടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ചെറിയ രീതിയിൽ. നമ്മളത് മുനിസിപ്പാലിറ്റിയിൽ പോയിട്ട് അവിടുത്തെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടുത്തെ ഈ പ്രോപ്പർട്ടിയുടെ സ്കെച്ച് കാണിച്ചു കഴിഞ്ഞാല്, സ്കെച്ച് മീൻസ് ലൊക്കേഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഏത് വാർഡാന്ന് നോക്കിയിട്ട് അവർ പറയും അവിടെ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആ ഉള്ളതെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ചെന്നപ്പോഴാണ് ഞാൻ ഇതിന്റെ എക്സാക്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അത് കുറച്ച് ഏരിയകളുണ്ട് അവിടെ ഈ ഗ്രീൻ സോണിന്റെ ഒരു ഇത് വരുന്നുണ്ട്. ഇതൊന്നും സത്യം പറഞ്ഞാൽ ബയേഴ്സിന് അറിയുന്നുണ്ടാവില്ല. കാരണം മുമ്പ് അജീഷ് പറഞ്ഞ പോലെ അത് അവരുടെ കോർ ഏരിയ അല്ല. അവര് ചിലപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കാം, ഒരു ഡോക്ടർ ആയിരിക്കാം. അവർ അവരുടെ ജോലികളുമായിട്ട് 24 hours ബിസി ആയിരിക്കെ അവരുടെ അടുത്ത് വരുന്ന അവരുടെ ഹാർഡ് ഏൺ മണി ആരെ വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കും. അപ്പൊ ഇന്ന് ഇൻഡസ്ട്രിയിൽ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത് നല്ല നല്ല ഇന്നിപ്പോ പുതിയ ജനറേഷൻ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത് തന്നെ ഇതിനകത്ത് തന്നെ വളരെ ടെക്നോളജി ഓറിയന്റഡ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു വന്നിരിക്കുന്ന, ലീഗൽ അറിയാവുന്ന, ഇതിന്റെ എല്ലാ റെഗുലേഷൻസും അറിയാവുന്ന, കംപ്ലൈന്റ്സ് ഫെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല പുതിയ അഡീഷണൽ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അത് നമുക്കും അത് ഭയങ്കര വെൽക്കമിങ് ആണ്. കാരണം എന്താ വെച്ചാൽ നാളെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥലം വേണം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും അറിയാൻ മേലാത്ത ലിസ്റ്റ് ഇൻവെന്ററീസ് നിങ്ങളുടെ അടുത്തുണ്ടാവും. നമ്മള് മാർക്കറ്റിലുള്ള ആളുകളായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. ഓക്കെ, ആരുമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല, അല്ലെങ്കിൽ എല്ലാവരും ഫ്രണ്ട്സ്. ഇപ്പൊ റേറ പറഞ്ഞില്ലേ, നമ്മൾ ഓൾ കേരള റേറയുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസ്, ഓക്കെ, അവരുടെ ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് കേരളത്തിൽ എവിടെ പ്രോപ്പർട്ടി സെല് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഏജൻസിനെ നമുക്ക് സമീപിക്കാം, നമുക്ക് ചോദിക്കാം ഗ്രൂപ്പില് ഇന്ന ഏരിയയിൽ ആരാ ഉള്ളത്. ഓക്കെ, അത് ഭയങ്കര ഹെൽപ്ഫുൾ അത്. കാരണം ഇപ്പൊ കൊച്ചിയില് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്ന ആള് ചിലപ്പോൾ ട്രിവാൻഡ്രത്തായിരിക്കും അദ്ദേഹത്തിന് ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് ചിലപ്പോൾ ഡയറക്ട്ലി നമുക്ക് പോയി അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവരെ ഏൽപ്പിക്കാൻ പറ്റും. ജെനുവിൻലി ചെയ്യുന്ന ആൾക്കാർ തന്നെ എല്ലാവരും രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്താൽ ദർ ഇസ് എ ബിഗ് പൊട്ടൻഷ്യൽ. രണ്ടുപേർക്കും ആസ് എ കൺസൾട്ടന്റ് ആ വാക്കിനാണ് ഒരു പ്രാധാന്യമുള്ളത്. അല്ല, അതുപോലെ തന്നെ ഇത് എപ്പോഴും വിൻ ആവുകയും വേണം. പുതിയ റിസർച്ചുകൾ വേണം. ഇപ്പൊ ആസ് എ കൺസൾട്ടന്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് എങ്ങനെ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ ആഡ് ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ പുതിയതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഒരുമിച്ച് വലിയൊരു എമൗണ്ട് എടുക്കാൻ ഉണ്ടാവുന്നില്ല. അപ്പം നല്ലൊരു കൺസൾട്ടന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ നെറ്റ്വർക്കിൽ ചിലപ്പം സബർബൻ ഏരിയയിലോ റൂറൽ ഏരിയയിലോ അവർ ചിലപ്പോൾ ഒരു ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് ഈ ന്യൂ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാം, ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ആ ലാൻഡ് പർച്ചേസ് ചെയ്യുന്നവരെ അവർ ചിലപ്പോൾ ഒരു 3 ഏക്കറോ 5 ഏക്കറോ എടുക്കുന്ന സ്ഥലത്ത് അതിനകത്ത് ഒരു കോ ഇൻവെസ്റ്റർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവരുടെ മണിക്ക് അതിനകത്ത് ഒരു 5 8 സെന്റ് സ്ഥലം ഇവർക്ക് ആ ചെറിയ എമൗണ്ടിന് വാങ്ങിക്കാനും പറ്റും. വളരെ യങ് സ്റ്റേജ് ആയതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ലോൺ കിട്ടും. എന്നിട്ട് അവരത് ആ റോ ലാൻഡ് വാങ്ങി ഇവരത് ഡെവലപ്പ് ചെയ്ത് കോമ്പൗണ്ട് ഒക്കെ കിട്ടി അതിനകത്ത് 10 വീടും കഴിയുമ്പോൾ ഒരു 3-3.5 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ 5 ഇരട്ടി 6 ഇരട്ടി വരെ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് പക്ഷേ ഇൻഡിവിജ്വലി ഒരാൾക്ക് ഒരു 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപയും കൊണ്ട് പോയാൽ നടക്കില്ല. അവിടെയാണ് ഈ പറയുന്ന കൺസൾട്ടന്റുകാരുടെ പ്രസക്തി. കാരണം അവർ ഇത് തന്നെയാണ് അവരുടെ ജോലി, അവർ മൾട്ടിപ്പിൾ ആക്ടിവിറ്റി. അപ്പൊ അവർ പുതിയൊരു വെർജിൻ ലാൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള അവരുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയും, സാറേ ഞങ്ങൾ ഇങ്ങനെ ഒരു പുതിയ ഇതുണ്ട്, ഇപ്പോഴാണെങ്കിൽ ഏർലി ബേർഡ് അഡ്വാൻറ്റേജ് ഉണ്ട്, ചെറിയ പൈസക്ക് ഏർലി ബേർഡിൽ അത് വാങ്ങിക്കാൻ പറ്റും. ഡെവലപ്മെന്റ് വരുന്നതിനനുസരിച്ച് ഒരു 3-3.5 ആ സമയം കൊണ്ട് കൂടി വന്നാൽ അവരൊരു EMI അടയ്ക്കുന്നത് 2-2.5 ലക്ഷം രൂപയാണ്. 10% ഡൗൺ പേയ്മെന്റ് കൊടുത്തായിരിക്കും ഇത് വാങ്ങിക്കുന്നത്. മൊത്തം ഒരു 4.5 ലക്ഷം രൂപയ്ക്ക് ഉദാഹരണം പറയാണ്, ഒരു 10 സെന്റ് സ്ഥലം ഇപ്പൊ ഒരു റൂറൽ ഏരിയയിൽ ഒരു 2-2.5 ലക്ഷം രൂപ കൊടുത്ത്, ഈ എറണാകുളത്തെ പ്രാന്തപ്രദേശങ്ങൾ കുറച്ച് മാറിയിട്ടാണെങ്കിൽ പോലും ഒരു 2.5 ലക്ഷം രൂപ വെച്ച് ഒരു 10 സെന്റ് വാങ്ങിക്കണ 25 ലക്ഷം രൂപ. അതിനകത്ത് അവർ മൊത്തം മുടക്കുന്ന ഡൗൺ പേയ്മെന്റും രജിസ്ട്രേഷൻ അടക്കം ഒരു 10-12 ലക്ഷം രൂപയായിരിക്കും. 3 കൊല്ലം ഹോൾഡ് ചെയ്ത് അതിനിടയ്ക്ക് EMI ആയിട്ട് അടയ്ക്കുന്ന ഒരു 2.5 ലക്ഷം രൂപ. മൊത്തം 10 ലക്ഷം രൂപയിൽ അല്ലെ 15 ലക്ഷം രൂപയിൽ താഴെ അടച്ചാൽ ഇതടുത്ത 45-50 ലക്ഷം രൂപയായിട്ട് വിറ്റ് പോവുകയും അത് വീണ്ടും ആ ക്യാപിറ്റൽ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ഷോർട്ട് ടൈം കൊണ്ട് ആൾക്കാർ വളരെ റിച്ച് ആയിട്ട് മാറുന്നത്. കറക്റ്റ് ആണത്. കാരണം വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഈ ലൊക്കേഷൻസ് നോക്കി കഴിഞ്ഞാല് ഇപ്പൊ സാറ് പറഞ്ഞ 2.5 ലക്ഷം രൂപയ്ക്ക് പ്ലോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എറണാകുളം ടൗണിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ എങ്കിലും മാറേണ്ടി വരും ഇപ്പൊ. കാരണം ആദ്യം നമുക്ക് മുളന്തുരുത്തി, പള്ളിക്കര, പുകാട്ടുപടി മേഖലയിലൊക്കെ നമുക്ക് ഈ ലാൻഡ് ഈ പറഞ്ഞ പ്രൈസിലൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നൊക്കെ എല്ലാം ചേഞ്ച് ആയി. നമ്മുടെ തന്നെ പ്രൊജക്ട് നടക്കുന്നുണ്ട്
പുക്കാട്ടോടിയിൽ ഒരു ഏക്കർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് സെൽ ചെയ്യുന്നുണ്ട്. 6.75 lakhs ആണ് പെർ സെന്റ്. ഭയങ്കര വലിയ റോട്ടീന് ആക്സസ്, നല്ല റെസിഡൻഷ്യൽ ഏരിയ, നല്ല വെള്ളമുള്ള ഏരിയ. അപ്പോൾ ആ ഏരിയയെ തന്നെ അങ്ങോട്ട് കുറച്ചും കൂടി മാറിക്കഴിഞ്ഞാല് അവിടെ 5 ലക്ഷം രൂപയായി, 5.5 ലക്ഷം രൂപയ്ക്ക് സെൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഡെവലപ്മെന്റ്. നമ്മുടെ ടൗൺ ഇസ് എക്സ്പാൻഡിങ്. ഞങ്ങള് 10 വർഷം മുമ്പ് ആദ്യത്തെ മൈൻഡ് ഡ്രീം എന്ന് പറഞ്ഞ പ്രൊജക്ട് ലോഞ്ച് ചെയ്ത സമയത്ത് ML റോഡിലായിരുന്നു. ML റോഡ് അറിയാലോ, മറ്റേ എല്ലാവർക്കും മറ്റേ ഷാപ്പിലേക്ക് പോകണ അതൊത്തിരി ഫേമസ് ആണോ. അത് പണ്ട് നമ്മൾ ഉപയോഗിച്ചത്. പക്ഷെ അത് ഫാമിലിയൊക്കെ ആയിരുന്നു, നെഗറ്റീവ് കൊണോട്ടേഷൻ ഇല്ലെന്നാണ്. അപ്പൊ MLA റോഡിൽ ആകെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ തുടങ്ങിയപ്പോ 14 കിലോ തുടങ്ങിയപ്പോ ലാൻഡ് കോസ്റ്റ് ഇസ് വെരി ലെസ്. ഐ മീൻ കസ്റ്റമേഴ്സ് നമ്മൾ അന്ന് കൊടുത്തിരുന്നത് 65 ലക്ഷം രൂപയ്ക്കാണ് വില കൊടുത്തത്. ഇന്നിപ്പോ അവര് റീസെയിൽ ചെയ്യുന്നത് 1 crore. പക്ഷെ ഇന്നിപ്പോ ആ MLA റോഡില് എനിക്ക് തന്നെ കൗണ്ട് ചെയ്യാൻ പറ്റാത്തത് സൂപ്പർ മാർക്കറ്റ്സ് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് എക്സ്പാൻഡിങ്. കുറച്ചു നേരത്തേക്ക് നമുക്കൊന്ന് ഹോസ്റ്റ് ആവാം, അജേഷ് ഗസ്റ്റ് ആവട്ടെ. അതായത് നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് ഞാൻ ഇൻഡസ്ട്രിയേഷനിൽ നിന്നപ്പോ അന്ന് ICICIയുടെ ഓഫീഷ്യലായിട്ട് അല്ലെ. അപ്പൊ അവിടെ നിന്ന് ഇന്ന് നമ്മള് പോഡ്കാസ്റ്റ് ചെയ്യണോണ്ടിരുന്നു. അജേഷിന്റെ ഒരു ബ്രാൻഡിന്റെയും കൺസൾട്ടന്റ് എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ അതിലേക്കുള്ള യാത്ര ഒന്ന് പറയാമോ? ഇതിന്റെ യാത്ര എന്ന് വെച്ചാലേ, ഞാൻ ICICIയിൽ ജോയിൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാല് ബാങ്കിങ് സെക്ടർ അല്ലായിരുന്നു, പ്രോപ്പർട്ടി സർവീസ് എന്ന് പറഞ്ഞിട്ട് സെയിം റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടി തന്നെ. എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഈ ചോദ്യം ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. ഒരു എംപ്ലോയി എന്ന് പറഞ്ഞാൽ 30 കറക്റ്റായിട്ട് ശമ്പളം വരും, EMI കട്ടായി പോകും. കറക്റ്റ്. ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ടോട്ടലി ഡിഫറെന്റ് മൈൻഡ് സെറ്റ് വേണ്ട. അപ്പൊ ഞാൻ അതിലേക്കുള്ള ഒരു യാത്ര കൂടി അതും ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയത്, ഞാൻ വേറൊരു ഫീൽഡായിരുന്നു ശരിക്കും പറഞ്ഞാല്. ഞാനൊരു വണ്ടികളിലൊക്കെ ഒരു ഫീൽഡിലായിരുന്നു ശരിക്കും. അന്ന് നല്ല സാലറീഡ് ആയിട്ട് സെയിൽസും സർവീസും ഒക്കെ ആയിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് എനിക്ക് എങ്ങനെയും ലൈഫ് നല്ല രീതിയിലേക്ക് ആക്കണം. ഓക്കെ, ഒരു എന്താ പറയാ, എല്ലാ ദിവസവും നമുക്ക് മൈൻഡിൽ ഒരു തീ ഉണ്ടല്ലോ ഉള്ളില്. ആ ഫയർ ആണ് ശരിക്കും പറഞ്ഞാല് ഒരുപാട് ജോലികൾ ചെയ്യിപ്പിച്ച് തന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. നമ്മുടെ ഹോസ്റ്റലിൽ ഒന്നുകൂടി കട്ട് ചെയ്യാൻ ശേഷം നമ്മൾ തുടക്കം ഈ പരിപാടിക്ക് തൊട്ട് മുമ്പ് അജേഷ് ഒരു സ്റ്റോറി പറഞ്ഞു. അന്ന് സാറ് നേരത്തെ പറയുന്നതായി വാട്ട് എവർ യു തിങ്ക് ഇറ്റ് ഹാപ്പൻസ് എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞത് വർക്ക്ഷോപ്പിൽ നിന്ന സമയത്ത് അതും ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഒരു മോട്ടിവേറ്റിംഗ് കൂടി ആയിരിക്കും. അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞാനത് എക്സാക്ട് പറയാന്നുണ്ടെങ്കില്, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 15ാമത്തെ വയസ്സില്, 10ാം ക്ലാസ് കഴിയുമ്പോ 15-16 വയസ്സില് എന്നെ അങ്കമാലിയില് പാറയിൽ ഓട്ടോ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഒരു ഓട്ടോ ഇലക്ട്രിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ ജീവിതം അവിടെ നിന്ന് തുടങ്ങിയത്. എന്നെ അവിടെയാണ് കൊണ്ടുവന്നാക്കിയത്. അവിടെ നിന്ന് വണ്ടികളുടെ വർക്കുകളും പിന്നീട് കാറിന്റെ ആക്സസറീസിന്റെ വർക്ക് പഠിച്ചു. ആ കാലഘട്ടത്തിലെ ഒരു ഫാഷനാന്ന് തോന്നുന്നല്ലേ, ഇപ്പൊ ഈ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി നിൽക്കുന്നവരെ എവിടെയെങ്കിലും പണി പഠിപ്പിക്കാൻ കൊണ്ട് ആക്കുക എന്ന് പറയുന്ന രീതി. അജേഷ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റാണ്. ആ കാരിയർ ആ സമയത്ത് നിങ്ങൾ വർക്ക് ചെയ്ത് വണ്ടിയുടെ അടിയിലൊക്കെ കിടക്കുന്ന സമയത്ത് വലിയ കാറുകൾ വന്ന് നിർത്തി പുറത്ത് ആൾക്കാർ ഇറങ്ങി സിഗരറ്റ് കുടിച്ചപ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി എന്ന് സാറ് പറഞ്ഞു. അവിടെ നിന്നായിരിക്കാം അല്ലെ. അപ്പൊ അവിടെ നിന്നും തുടങ്ങി അത് ശരിക്കും പറഞ്ഞാലേ, നമ്മള് എന്റെ ഒരു 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് നമ്മള് പണി പഠിപ്പിക്കുക, എന്തെങ്കിലും കൈത്തൊഴിൽ പഠിപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് എന്നെ അങ്കമാലിയിലുള്ള പ്രൈവറ്റ് സ്റ്റാൻഡിലുള്ള ഓട്ടോ ഇലക്ട്രിക്കൽ കടയിൽ എന്നെ കൊണ്ടുവന്നാക്കുന്നത്. അപ്പൊ അന്ന് മുതല് നമ്മള് അവിടെ വരുന്ന ഇത് മുഴുവൻ ഈ മെയിനായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓട്ടോ ഇലക്ട്രിക്കൽ വണ്ടികളും പിന്നെ അതുപോലെ മീൻസ് ഈ ബസ്സുകള്, ലോറികള്, അങ്ങനത്തെ ടൈപ്പ് വണ്ടികളാണ് കൂടുതൽ അവിടെ പണിയുന്നത്. ഞാന് അതിന്റെ അകത്ത് വർക്ക് ചെയ്തതല്ല, ഞാൻ ഈ റിയൽ എസ്റ്റേറ്റിലോട്ട് വന്നിട്ടും ഞാൻ കുറെ നാള് ഈ അങ്ങനത്തെ ഓട്ടോ ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്യണ്ടായിരുന്നു. അത് എന്താന്ന് വെച്ചാല് എനിക്ക് വണ്ടികളും നമുക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ പിന്നെ എന്താന്ന് വെച്ചാല് ഞാൻ ആ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ആ പ്രായത്തില് നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാനൊന്നും പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് ആ പ്രായത്തിലും സ്വപ്നം കണ്ടിരുന്നു. 100% നമ്മുടെ ഉള്ളിലത്തെ തീ എന്ന് പറയുന്നത് അതായിരുന്നു. അതായത് അതിപ്പോഴും ഉണ്ട്.
അതിന്റെ വിഷൻ എന്ന് പറയുന്നത് അതാണ് റിയൽ തിയറി. ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ആ തീ ഇപ്പോഴും കെടാതെ ഉണ്ട്. ഓക്കെ, അത് മരണം വരെ ഉണ്ടാവണം എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. ഓക്കെ, ആള് കത്തിക്കൊണ്ടാണ് ഇന്നിരിക്കുന്നതും നിങ്ങൾ സംസാരിക്കുന്നതും. പിന്നെ ഈ ഇൻഡസ്ട്രിയിലായതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുന്നവരെല്ലാം ഇതിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ പെട്രോൾ ഒഴിക്കുന്നുണ്ട്. അത് ആളി കത്തും. ഏത് പ്രോജക്റ്റിനകത്താണേലും കേരളം പോലൊരു സ്ഥലത്ത് അത് നടത്തി വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക് തന്നെയാണ്. അത് അരീഷിന് ഓരോ പ്രോജക്റ്റ് ചെയ്ത്, പക്ഷെ ഓരോ പ്രോജക്റ്റിലും ഓരോ സിലബസ് ആണ്. പുതിയ പുതിയ സ്ഥലങ്ങളിൽ ചെന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തു വരുന്നത്. പക്ഷെ ആളുകൾ മാറുന്നുണ്ട് കേട്ടോ. കേരളത്തിലെ ജനത, ഞാൻ എപ്പോഴും ഇവിടെ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറയുമ്പോ പുള്ളി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മള് ഉയരങ്ങളിൽ ഇരുന്ന് സ്വപ്നം കാണണം, ഒരുപാട് യാത്രകൾ ചെയ്യണം. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മളും കൂടെ മാറണം. ഈ ജനത മാറാതെ വേറെ ആർക്കും ഇവിടെ ഒന്നും കൊണ്ടു തരാൻ പറ്റില്ല. വേറെ ആരും ഇത് നൂലിലിറക്കി കെട്ടി തരത്തുമില്ല. ഒരു ജനത എന്ത് ഡിസർവ് ചെയ്യുന്നു അതേ അവർക്ക് കിട്ടുള്ളൂ. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഞാൻ തന്നാ പോരെ, ആവശ്യമില്ലാത്ത സാധനം ഞാൻ തരുമോ? ഒരിക്കലും ഇല്ല. അത് തന്നെയാണ്. അപ്പൊ അത് പക്ഷെ പുതിയ ജനറേഷൻ ഇവിടെ എല്ലാ മേഖലകളിലും ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മളെ പോലെ ഉള്ളവർക്കെല്ലാം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അത് കറക്റ്റാണ്. കാരണം വെച്ചാല് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇപ്പോ നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖല 2023 റിയൽ എസ്റ്റേറ്റ് മേഖല നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് പ്രകാരം ഞാനൊക്കെ ഉദ്ദേശിച്ച ആ ഒരു ബിസിനസിന്റെ ഒരു 50% ശരിക്കും പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകളൊക്കെ നടന്നിട്ടുള്ളൂ എന്ന് ഞാൻ പറയണത്. ഓക്കെ, നമ്മുടെ സ്റ്റഡി പ്രകാരം. പക്ഷെ 2024 24-25 ഒക്കെ അല്ലേ ഇത് വേറെ റേഞ്ചിലേക്ക് പോകും. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പം ഇവിടെ എല്ലാരും കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട്, അതായത് കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരുപാട് ആൾക്കാർ വീട് ഉപേക്ഷിച്ച് അല്ലെങ്കിൽ പുതിയ ജനറേഷൻ വിദേശത്തോട്ട് പോകുന്നു എന്ന് പറയുന്നത്. പക്ഷെ അതിന് വേറൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. എന്താണെന്നറിയോ? ഇന്ന് ഈ വീടുകളിൽ നിന്ന് വിദേശത്ത് പോകുന്ന ആൾക്കാര് വിദേശത്ത് നിൽക്കുന്നത് എപ്പോഴും അജീഷ് ആലോചിച്ചിട്ടുണ്ട്. ഒരു വിദേശ യാത്ര കഴിഞ്ഞ് നമ്മൾ ആ ഫ്ലൈറ്റ് നമ്മുടെ നാട്ടിൽ തൊടുമ്പം കിട്ടുന്ന ഒരു ഫീൽ, അത് ലോകത്തെ ഏത് രാജ്യങ്ങളിൽ ചെന്നാലും എത്ര നാൾ അവിടെ എന്തെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാലും അത് അവനവന്റെ അമ്മയും അവനവന്റെ നാടും, അതാണല്ലോ അങ്ങനെ പറയുന്നത്, അതുണ്ട്. ഇനി ഇതിന്റെ ഒരു മറുസൈഡ് പറഞ്ഞാൽ ഇവിടുന്ന് പോയി നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇന്ന് ഇന്ത്യ അടുത്ത 15 കൊല്ലം 20 കൊല്ലം കൊണ്ട് ഭയങ്കരമായിട്ടൊരു ഡെവലപ്പിംഗ്, അതായത് അവർക്ക് അവിടെ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യം ഈ ഇന്ത്യയിലേക്ക് അവർക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവിടെ ഒന്നുമല്ലാത്ത കുട്ടികൾ ഇവിടുന്ന് ലോൺ എടുത്ത് പോയി പഠിച്ചതിന് ശേഷം ഒരു 5 കൊല്ലം കഴിഞ്ഞ് അവൻ സമ്പാദിച്ച് തുടങ്ങിയാൽ അവരൊരു 10 കൊല്ലം കഴിയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരുന്നത്. ഇവർക്കെല്ലാം അപ്പൊ അവർ 2, 3, 4 പിള്ളേരുമായിട്ടാണ് വരുന്നത്. ഇവർക്കെല്ലാം ഇവിടെ നല്ല ഇൻഫ്രാസ്ട്രക്ചറും പാർപ്പിടവും എല്ലാം വേണം. റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി ഒരു കാരണവശാലും ഫ്ലറിഷ് ചെയ്യല്ലാതെ ഡൗൺ ട്രെൻഡ് കാണിക്കില്ല. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു 10 കൊല്ലത്തെ അപ്സ് ആൻഡ് ഡൗൺ എപ്പോഴും ഉണ്ട്. അതെപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ പ്രൈസ് കൂടുമ്പോഴല്ല വാങ്ങേണ്ടത്. എല്ലാവരും പാനിക്കായി വിൽക്കുന്ന സമയത്ത് വേണം നമ്മൾ വാങ്ങാൻ. 2024 we are expecting good business. അതിലുള്ള ഏറ്റവും വലിയ സാധനം എന്താണെന്ന് അറിയാമോ? NH66. ഓക്കെ, ഇത് എടപ്പള്ളി അതുപോലെ ട്രിവാൻഡ്രത്തേക്ക്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പൊ അവിടെ വിഴിഞ്ഞം പോർട്ട് ഓണാവുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊച്ചി ആയിരിക്കും ആസ്ഥാനം. ഓക്കെ, കൊച്ചി ശരിക്കും പറഞ്ഞാല് കേരളത്തിന്റെ ക്യാപിറ്റൽ ശരിക്കും പറഞ്ഞാൽ കൊച്ചി ആക്കണായിരുന്നു. ഞാൻ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ എന്ന രീതിയിൽ ഓൾറെഡി കൊച്ചിനെ തന്നെ കൺസിഡർ ചെയ്യുന്നു. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിനെ രാഷ്ട്രീയ ചർച്ച അല്ലാത്തതിന്റെ പേരിൽ നമുക്ക് ആസ് എ സിറ്റിസൺ നമുക്ക് നമ്മുടെ വ്യൂസ് പറയാം. എന്തുകൊണ്ടും കൊച്ചി ബാംഗ്ലൂരിനേക്കാളും മേളി വരുമെന്ന് കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് ഞാനൊക്കെ ഉള്ള ആൾക്കാർ ഞങ്ങളുടെ തന്നെ നെറ്റ്വർക്കിങ്ങിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടോ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വളരെ സ്ലോ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് പിടിച്ചാൽ കിട്ടില്ല. അടുത്ത 10 കൊല്ലം കൊണ്ട് ബാംഗ്ലൂരിനെ കവച്ചു വെക്കുന്ന രീതിയിൽ കൊച്ചി വളരും. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. കാരണം കൊച്ചിയില് ഈ മെട്രോയുടെ ഫുൾ സർക്യൂട്ട് തീർന്നു കഴിക്കുന്നു. വാട്ടർ മെട്രോയുടെ പുതിയ ഡെവലപ്മെന്റ് വരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഈ അജീഷ് പറഞ്ഞ ഹൈവേകള്, ഗ്രീൻഫീൽഡ് ഹൈവേ വരുന്നു. പൻവേൽ തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള 6 ലൈൻ ഹൈവേ വരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ മാറിക്കഴിയുമ്പോൾ അതിന്റെ എല്ലാ തീരങ്ങളില് പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും, പുതിയ പുതിയ ലാൻഡുകൾ ഡെവലപ്പ് ചെയ്യും. അതിനനുസരിച്ച് ഗ്രോത്ത് ഉണ്ടാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ,
കഴിഞ്ഞ 4 കൊല്ലം മുമ്പ്, അതായത് 2020 മാർച്ചില് സെൻസെക്സ് ലോകം കണ്ടതിൽ അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ഡൗണിൽ പോയത്, അതായത് 19,000-20,000 ലെവലിൽ നിന്നാ ഇന്ന് സെൻസെക്സ് 70,000. 3 ഇരട്ടി റിട്ടേൺ ആണ്. അതോ ഭയങ്കര രീതിയിൽ ഇൻഡെക്സുകൾ കയറി. ഇത് ഇനി വരാൻ പോകുന്ന അടുത്ത 10 കൊല്ലത്തിനകത്ത് സെൻസെക്സ് 2 ലക്ഷം എത്തുമെന്നാണ് മോട്ടിലാൽ ഓസ്വാൾ പോലുള്ള കമ്പനിക്കാർ പറയുന്നത്. അപ്പൊ അത് അവര് ഈ ഇന്ത്യയുടെ വരാൻ പോകുന്ന വളർച്ച മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് പറയുന്നത്. ആ ഒരു ഇമ്പാക്ട് എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാവും. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്ര ടൂറിസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടൊരു സ്പോട്ട് ഗവൺമെന്റ് ഇപ്പൊ ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സന്തോഷ് സാർ തന്നെ ഇതിനു വേണ്ടി പുള്ളി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സന്തോഷ് എന്ന് പറയുന്ന ആള് ടൂറിസം ടൗൺ പ്ലാനിങ്ങിൽ ഇരുന്നുകൊണ്ട് ടൂറിസം മേഖലയെ എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റും അതിനുള്ള രീതിയിൽ പുള്ളി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മലയാളികളാണ്, നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ആരും പറഞ്ഞാൽ കേൾക്കൂല. പക്ഷെ മാറാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോയെങ്കിലേ നമ്മൾ മാറൂ എന്ന് പറയുന്ന ഒരു സീൻ പുതിയ ജനറേഷൻ മാറ്റിക്കൊണ്ടിരിക്കുക. പുതിയ ജനറേഷനിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് 2024 എന്നല്ല, ഇനി 24 തൊട്ട് മുമ്പോട്ട് ഭയങ്കരമായിട്ടുള്ള, ഉദാഹരണത്തിന് നമുക്ക് പണ്ട് നമ്മുടെ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് ജനിച്ച് വീണ ഒരു 4 വയസ്സായ കൊച്ചു തൊട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി തുടങ്ങി. കേരളത്തിൽ എത്ര പിള്ളേരാ വ്ളോഗിംഗ് രംഗത്ത്? ഇവരുടെ ഒക്കെ പൈസകള് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കുലേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി അറിവ് വരുന്നു. അതിലൊരു വിഭാഗം എപ്പോഴും റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മൈൻഡ് ഉണ്ട്, പക്ഷെ പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് കിട്ടുന്നില്ല. ഓക്കെ, അതാണ് ഏറ്റവും വലിയൊരു വിഷയം. എന്താ പറഞ്ഞ പോലെ സ്കോപ്പ് നമുക്ക് എനിക്ക് തോന്നുന്നു എവിടെയോ ഈ ഇടവഴി കൂടി കയറി മലഞ്ചേരികളിൽ കയറി നമ്മുടെ റൂട്ട് മാറിപ്പോയി. അജേഷ് വന്ന വഴിയൊന്നും പറഞ്ഞില്ല. എങ്ങനെ ഈ പുതിയ ഫേമിലേക്ക് ഹൗ ഡിഡ് ഇറ്റ് കം? അതൊന്ന് ഇത് ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഒരു ഇന്നർ ഒരു ഫയർ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? ഈ ഫയർ പ്രകാരം ICICI ജോയിന് തൊട്ട് മുമ്പ് ഇതിലായിരുന്നു, മറ്റേ വണ്ടികളുടെ ഫീൽഡായിരുന്നു. അതിൽ നിന്നാണ് നമ്മള് ഒരു മാറ്റം വേണമല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ ഒരു സാലറീഡ് ആയിട്ട് എന്നൊക്കെ പറയുന്നില്ലേ? ഞാനിതൊരു സത്യം പറയട്ടെ, എന്റെ ICICIയിലത്തെ സാലറി 2011-12 ഞാൻ ജോയിൻ ചെയ്യണത്. ആ സമയത്ത് എന്റെ സാലറി എന്ന് പറയുന്നത് 4,000 രൂപയായിരുന്നു. പറഞ്ഞ് വിശ്വസിക്കുക. അതിന്റെ ഇൻസെന്റീവുമാണ് നമ്മൾ പിടിച്ചത്. അതായിരുന്നു എന്റെ ഫസ്റ്റ് എന്താ പറയാ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുന്നൊരു തുടക്കം. കാരണം എന്താ വെച്ചാല് അത്രയും നാള് ഞാൻ ആഴ്ചയില് പൈസ മേടിക്കുകയും അല്ലെങ്കിൽ മാസത്തില് പൈസ മേടിക്കുകയും ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്തോണ്ടിരുന്നായിരുന്നു ഞാൻ. അതും അന്ന് ഏറ്റവും നല്ല സാലറി മേടിച്ചോണ്ടിരുന്നായിരുന്നു ഞാൻ. നന്നായിട്ട് പെർഫോം ചെയ്തോണ്ടിരുന്നായിരുന്നാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാമ്പത്തികമായിട്ട് കുറവായി പോയി. ഓക്കെ, പക്ഷെ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. അപ്പൊ അതിൽ ഇൻസെന്റീവ് വാങ്ങിച്ച ഓൾറെഡി മൈൻഡ് സെറ്റ് ആയി സെയിൽസിലേക്കുള്ള ഒരു സംഭവം. ഞാൻ കേറി, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യത്തെ ഫസ്റ്റ് 2 മാസം എനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കൊച്ചിയിലുള്ള വഴികൾ പോലും എനിക്ക് അറിയില്ലായിരുന്നു, പ്രൊജക്ട്സ് അറിയില്ലായിരുന്നു. അതിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് അമിത് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. പുള്ളി അന്ന് ICICIയിൽ ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്ത് അപ്പൊ പിന്നെ എനിക്ക് പേടിയില്ലാതായി. സാലറി ഇല്ലെങ്കിൽ ജീവിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, അവിടെ ഉണ്ടായിരുന്ന ഒരു ഇപ്പോഴും ബാങ്കുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ട് സ്റ്റാഫുകൾ, ലോൺസിലുള്ളവര്, ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഉള്ളവരെല്ലാവരും ഇതുപോലെ ചെറിയ സാലറി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇൻസെന്റീവ് മാസം 1 ലക്ഷം രൂപ ഇൻസെന്റീവ് മേടിക്കും. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുകളാണ്. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട വർക്ക് ചെയ്യുന്നത്. അവർ ആ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ അതുപോലെ സഹായിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ അജീഷ്? ഇപ്പൊ ഈ സാധാരണ ആൾക്കാർ ഒരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു കൺസൾട്ടന്റ് ആയിട്ടോ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും അവരൊക്കെ ഒരു സിംഗിൾ മാൻ ഷോ എന്നുള്ള രീതിയിലായി. ഇപ്പൊ അജീഷ് ഒരു റിയൽ തിയറി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു, അതിനെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു, അതിനെ തന്നെ ഒരു ഇന്റർനാഷണൽ തരത്തിൽ റിയൽ തിയറി ഇന്റർനാഷണൽ കൺസൾട്ടൻസി പ്രൈവറ്റ് ലിമിറ്റഡ് അതിന്റെ ഓപ്പറേഷൻസ് പയ്യെ ദുബായിലേക്ക് മാറ്റുന്നു, പാൻ ഇന്ത്യ ലെവലിലേക്ക് ബാംഗ്ലൂരിലേക്ക് മാറ്റുന്നു. അപ്പൊ അജീഷിന് ഇതിനൊക്കെ ഉള്ള ഒരു ധൈര്യം എവിടുന്ന് കിട്ടി?